നമസ്കാരം, ഞാൻ ദിലീപ്. ദിൽ ആർട്ട് അക്കാദമിയുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ പരസ്യത്തിൽ താല്പര്യമുള്ള ആർക്കും ഡ്രോയിങ് പഠിക്കാം എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അങ്ങനെ താല്പര്യമുള്ള എല്ലാവർക്കും ഡ്രോയിങ് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വയസ്സ് മുതലുള്ള കുട്ടിക്കാണ് ഡ്രോയിങ് പഠിക്കാൻ പറ്റുക? എത്ര വയസ്സാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് താല്പര്യമുള്ള ആർക്കും ഡ്രോയിങ് സാധ്യമാണോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നത്? നമ്മൾ മുന്നോട്ട് ചുവട് വെക്കുന്നു, വീഴുന്നു, അല്ലെങ്കിൽ മുട്ടിലെഴയുന്നു, പിന്നീട് പതുക്കെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ശീലിക്കും. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്? നമ്മൾ വണ്ടി ഓടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാവുന്നു. നമ്മൾ അവിടെ തുടക്കം കുറിക്കുന്നു. പതുക്കെ പതുക്കെ ആ ഒരു ഭയം ആദ്യം ഉണ്ടാവുന്നു. ആ ഭയത്തിൽ നിന്ന് ഫിയർ സ്റ്റേജിൽ നിന്ന് നമ്മൾ പതുക്കെ കംഫർട്ട് സ്റ്റേജിലേക്ക് മാറുന്നു. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫിയർ സ്റ്റേജ് എല്ലാ മേഖലയിലും ഉണ്ടാവും, അല്ലേ? സ്വാഭാവികമാണ്. കുഞ്ഞുനാളിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഡ്രോയിങ്ങും. ഡ്രോയിങ്ങിൽ എഴുതാൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഭംഗിയായിട്ട് എഴുതാൻ എല്ലാവർക്കും അറിയാം. എഴുത്തിൽ ഡ്രോയിങ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു ഡ്രോയിങ്ങിന്റെ എന്താ പറയുക, ഒരുപാട് ഷേപ്സും കർവും ലൈൻസും ഒക്കെ ചേർന്നാണ് എഴുത്ത് എന്ന് പറയുന്നത്, അല്ലേ? ആദ്യം നമ്മൾ ലൈൻ ഉപയോഗിക്കും, പിന്നീട് കർവ് ആയിട്ടുള്ള ലൈനുകൾ ഉപയോഗിക്കും, പിന്നീട് അതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു ഷേപ്പായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഷേപ്പിനെ കുറച്ച് നമ്മൾ ഷേഡോസിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഷേപ്പിൽ ഷേഡോസ് ഉപയോഗിക്കും. ഈ ഷേഡോസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് റിയൽ ആയിട്ടുള്ള ഫീൽ ചെയ്യും, റിയൽ ആയിട്ടുള്ള ഒരു ചിത്രമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എഴുതാൻ അറിയാവുന്ന ആർക്കും ഡ്രോയിങ് ചെയ്യാൻ പറ്റും. എഴുത്ത് എന്ന് പറയുമ്പോൾ എഴുത്തിലൊരു സീറോ, എഴുത്ത് നമ്മൾ ചെയ്യുമ്പം 0 അല്ലെങ്കിൽ 0 ഒക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു 4-5 സീറോകൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവർ ആക്കാം. അപ്പോൾ ആ സീറോകൾ എവിടെ ചേർക്കണം എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. എവിടെ നമ്മൾ ഓരോ ഷേപ്സും അല്ലെങ്കിൽ ഓരോ ലൈൻസും ചേർത്ത് യോജിപ്പിക്കണം, എങ്ങനെ കർവ് വളഞ്ഞ ലൈനുകൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, നേർത്ത ലൈനുകൾ, നേരിയ എന്താ പറയുക, നീളമുള്ള ലൈനുകൾ എങ്ങനെ ചെയ്യാം, വെർട്ടിക്കലായിട്ടുള്ള ലൈനുകൾ എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ വ്യക്തതയാണ് പിന്നീട് ഡ്രോയിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നമ്മൾ ലൈൻസുകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ലൈൻസുകളും അതുപോലെ കർവും സർക്കിളും ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഡ്രോയിങ് ചെയ്യാൻ പറ്റും. അവിടെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രാക്ടീസാണ്. നമ്മൾ എഴുത്ത് തന്നെ നമ്മൾ ആദ്യം എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? നമ്മൾ എത്രത്തോളം ഭംഗിയാക്കാൻ ശ്രമിച്ചാലും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഉരുട്ടി എഴുതുക, അല്ലെങ്കിൽ ചെരിച്ചെഴുതുക, അല്ലെങ്കിൽ കുത്തനെ എഴുതുക, ഇങ്ങനെയുള്ള പല ശീലങ്ങളും പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് ഡ്രോയിങ്ങിൻ്റെയും കാര്യം. ഡ്രോയിങ്ങിൽ നമ്മൾ ഈ ലൈൻസുകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക, ഷേപ്സുകൾ കൃത്യമായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ആ ഷേപ്പിൽ നമ്മൾ ഷേഡോസ്, നിഴലും അതുപോലെ വർണ്ണവും ഒക്കെ കൃത്യമായിട്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു ചിത്രമായി മാറും. അത് ചിലപ്പോൾ ലാൻഡ്സ്കേപ്പ് ആകാം, അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റിൽ ലൈഫ് ആവാം, അങ്ങനെ എന്തോ ആവാം, ഒബ്ജക്റ്റുകളാവാം. ഇവിടെ മറ്റ് മാനായാലും മൃഗങ്ങളായാലും മനുഷ്യനായാലും അല്ലെങ്കിൽ മറ്റു ഒബ്ജക്റ്റുകളായാലും ഒക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലൈൻസുകൾ തന്നെയാണ്. ലൈന് കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടും എന്താ പറയുക, പാരലായിട്ടും വെർട്ടിക്കലായിട്ടും ഇനി കർവായിട്ടും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഷേപ്പായിട്ട് കിട്ടും. ആ ഷേപ്പിനെ നമ്മൾ ഷേഡോസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ചിത്രമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ആ സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ സ്റ്റെപ്പുകൾ നമ്മൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഡ്രോയിങ് സാധ്യമാണ്. പിന്നെ ഓരോ മീഡിയവും ഇപ്പോൾ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം, കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിത്രം വരയ്ക്കാം, ഇനി വാട്ടർ കളറും ആക്രിലിക് കളറും ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഇനി അതിന് പുറമെ ചില മീഡിയങ്ങളുണ്ട്, അതായത് ഈ ഓയിൽ പെസ്റ്റല്, ക്രയോണ് തുടങ്ങിയ മീഡിയങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ വർണ്ണങ്ങൾ എങ്ങനെ സംയോജിക്കുന്നുണ്ട്, ആ ഒരു മീഡിയം ഉപയോഗിക്കുമ്പോൾ വർണ്ണങ്ങൾ എങ്ങനെയാണ്
ബ്ലെൻഡായിട്ട് അല്ലെങ്കിൽ ലയിച്ച് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് വാട്ടർ കളർ പോലും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു മീഡിയമാണ്. അപ്പം ഞാൻ വാട്ടർ കളറിൻ്റെ പേര് പറഞ്ഞത്, വാട്ടർ കളറാണ് ഈ കളേഴ്സിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു മീഡിയം എന്നാണ് പറയുക. അത് പിന്നെ ആദ്യം പരിചയപ്പെടുന്നവർക്കാണ് ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകുക. ആദ്യമായിട്ട് വാട്ടർ കളർ ഉപയോഗിച്ച് ശീലിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട് ഉണ്ടാവുക. പക്ഷേ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വാട്ടർ കളർ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ എളുപ്പം വരയ്ക്കാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഏറ്റവും നല്ല. അതായത് വാട്ടർ കളർ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുമ്പം അതൊരു വികാരമാണെന്നൊക്കെയാ പറയാ. അത് ഡ്രോയിങ് ശൈലിയല്ല, അതൊരു നമ്മുടെ വികാരത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്, എങ്ങനെയാണ് എഴുതാൻ പഠിക്കുന്നത്, എങ്ങനെയാണ് നീന്തൽ പഠിക്കുന്നത് എന്നൊക്കെ പോലെ തന്നെയാണ് ഡ്രോയിങ്ങും. നമുക്ക് താല്പര്യമുണ്ട്, അതിലിഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡ്രോയിങ് ആർക്കും ചെയ്യാൻ പറ്റും. അപ്പം അതാണ് നമ്മുടെ ക്ലാസ്സിലൂടെ പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ചേർന്നിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഈ ലൈവ് ക്ലാസ്സിൽ പറയുന്ന കുട്ടികളുടെ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളാണ് പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ ഉത്തരങ്ങളായിട്ട് തരുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓരോ മീഡിയം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഈ ഒരു മീഡിയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രോയിങ് ആർക്കും സാധ്യമാണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കളേഴ്സ് ആദ്യം തന്നെ നമ്മൾ ഇപ്പം ഈ ഡ്രോയിങ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊരു ടെക്നിക്കായിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷം നമുക്ക് പല ഇടങ്ങളിലും കാണാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് വീഡിയോസ് വരുന്നത് ഈ സ്റ്റെമ്പിങ് പൗഡറുകൾ കൊണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഡ്രോയിങ്ങിന്റെ ബേസ് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതല്ല ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇത്തരം പൗഡർ ടെക്നിക്കുകളിലൂടെ നമ്മൾ ആദ്യം തന്നെ ഡ്രോയിങ്ങിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റിവെക്കുക. ലൈൻസുകളിലൂടെ ഷേപ്സിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഷേഡോസിനെ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ വാല്യൂസിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ബേസിക് ആയിട്ട് പറയുമ്പം 7 എലമെന്റ്സ് ഡ്രോയിങ്ങിൽ ഉണ്ട് എന്ന് പറയും. 7 അല്ല, അതിൽ കൂടുതലുണ്ട്. ഓക്കെ, അടിസ്ഥാനമായിട്ട് 7 കാര്യങ്ങൾ, 7 അടിസ്ഥാന ഘടകങ്ങൾ എന്നാണ് പറയുക. എന്നിരുന്നാലും ഈ 7 അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ അവിടെ ആദ്യം തന്നെ ഇതൊന്നും ബൈഹാർട്ട് പഠിക്കാൻ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഈ എലമെന്റ്സുകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടാവും. ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഡ്രോയിങ് സാധ്യമാണ്. അവിടെ ഈ ഒരു സ്റ്റെപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കളേഴ്സ്, ഇനി പെൻസിൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആദ്യം ഇത്തരം ചിത്രങ്ങളൊക്കെ വരച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്ക് കളർ ഉപയോഗിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വരും. അപ്പൊ കളർ ഉപയോഗിക്കാൻ എന്താണ്, നമ്മൾ ആദ്യം തന്നെ വാട്ടർ കളർ ഉപയോഗിക്കും, നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അവിടെ നമ്മൾ കളർ പെൻസിലോ ക്രയോണോ ഓയിൽ പെസ്റ്റലോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അവിടെ നമുക്ക് കളർ ബ്ലെൻഡായിട്ട് ലയിച്ചൊക്കെ വരുന്ന ചില സിറ്റുവേഷനുകൾ നമുക്ക് ഉണ്ടാവും. അവിടെ ഇത്തരം മീഡിയകൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഈ കോൺഫിഡൻസ് ആണ് പിന്നീട് നമ്മൾക്ക് പടിപടിയായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടുന്ന് വിഡ്രോ ആവും. അപ്പൊ ഈ കോൺഫിഡൻസിൽ നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പഠിക്കുന്നവരിൽ കോൺഫിഡൻസ് പതുക്കെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇതിലൂടെ ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഡ്രോയിങ് സാധ്യമാണ്. ഓയിൽ പെസ്റ്റൽ കഴിഞ്ഞാൽ പിന്നെയുള്ളത് വാട്ടർ കളറാണ്. വാട്ടർ കളർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ്. വാട്ടർ കളറിൻ്റെ നമുക്ക് പെട്ടെന്ന് വാട്ടർ കളർ പഠിച്ചെടുക്കാൻ പറ്റില്ല. അത് അതിൻ്റെ പൾസ് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അത് ഉപയോഗിച്ച് മുന്നോട്ട് പോയാലേ വാട്ടർ കളർ പഠിക്കാൻ പറ്റുള്ളൂ. വാട്ടർ കളറിൽ ഒരുപാട് നമുക്ക് എന്താ പറയുക, ഹൈപ്പർ റിയലിസം ഒക്കെ വാട്ടർ കളറിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഇനി നോർമലില് കളേഴ്സ് ഉപയോഗിക്കുമ്പം
ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹാപ്പി ആക്സിഡന്റ് പോലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മീഡിയമാണ് വാട്ടർ കളർ എന്ന് പറയുന്നത്. ഇനി വാട്ടർ കളർ ഉപയോഗിച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്രിലിക് കളർ എളുപ്പത്തിൽ ഉപയോഗിക്കാം. അക്രിലിക് കളറിന് ഒരുപാട് സാധ്യതയുള്ള മീഡിയമാണ് അക്രിലിക് കളർ. അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് ഒരു ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം നമുക്ക് ഭംഗിയായിട്ട് നിലനിർത്താൻ സാധിക്കും. അവിടെ ഫംഗസ് വരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇല്ലെങ്കിൽ തീരെ കുറവാണ്. ഇനി അതുപോലെ തന്നെയാണ് ഓയിൽ കളർ എന്ന് പറയുന്നത്. രാജാരവിവർമ്മ പോലുള്ള മഹാന്മാരായ ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ ഇന്നും കോടികളുടെ വിലക്കാണ് വിറ്റുപോകുന്നത്. ഇവിടെ കോടികളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത്തരം മീഡിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു റിയലിസത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ, നമ്മൾ ക്ലാസ്സിൽ ഈ ഒരു മീഡിയങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ആർക്കും റിയലിസ്റ്റിക് ഡ്രോയിങ് സാധ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ ചില ടെസ്റ്റിമോണിയലുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ 1-2 അനുഭവങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഡ്രോയിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ആയിട്ടാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഏറ്റവും ചെറിയ റേറ്റിലാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പം റേറ്റുകളിൽ ഒക്കെ വ്യത്യാസം വരുന്നുണ്ടാവും. ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ കണക്ട് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, ആക്ഷൻ എടുക്കാൻ തയ്യാറാണ് എന്ന നിലപാട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം. 6 വയസ്സ് മുതൽ ഏതാണ്ട് 62 വയസ്സ് വരെയുള്ളവർ നമ്മുടെ ഓൺലൈൻ ഡ്രോയിങ് ക്ലാസ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കോൺഫിഡൻസോടെ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ, സി യു. താങ്ക് യു സാർ. വളരെയധികം സന്തോഷം ഇങ്ങനൊരു പ്രൊസിക്ഷൻ കിട്ടിയതിൽ. എൻ്റെ പേര് ഗീതാഞ്ജലി എന്നാണ്. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നിക്കൽ സ്റ്റാഫാണ്. പിന്നെ ഡ്രോയിങ് ആക്ച്വലി ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 4-5 വയസ്സൊക്കെ ഉള്ള സമയത്ത് പെൻസിൽ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. അത് ഏതെങ്കിലുമൊക്കെ ഈ മാഗസിനോ ഒക്കെ കണ്ടിട്ട് അത് നോക്കിയിട്ട് പെൻസിൽ വെച്ച് ഡ്രോയിങ്ങൊക്കെ പടമൊക്കെ വരയ്ക്കുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഞാൻ വളർന്നതിന് ശേഷം ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു കാര്യമേ അങ്ങ് വിട്ടു. ഞാൻ പഠിത്തം പിന്നെ പാട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഒക്കെ അങ്ങ് മാറി ഡൈവേർട്ടായിപ്പോയി. ചിത്രകലയെ ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു 10-15 വയസ്സിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പം എനിക്ക് 32 വയസ്സുണ്ട്. അപ്പം ഈ ഏജിൽ ഇപ്പോഴാണ് ഞാൻ സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ട് പിന്നെ ചേരണമെന്ന് ആഗ്രഹിച്ചു. പല സാഹചര്യങ്ങൾ കാരണം എനിക്ക് നേരത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കാല് ഫ്രാക്ചർ പറ്റി, കാലൊടിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റിലാണ്. പ്ലാസ്റ്ററൊക്കെ ഇട്ടിരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, കോളേജിൽ പോകാൻ പറ്റുന്നില്ല, പ്രോഗ്രാംസിനൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പം വീട്ടിൽ വെറുതെ തന്നെ ഇരിക്കുക. അപ്പോഴും ഞാൻ ആലോചിച്ചു, എന്തായാലും ഈ ഒരു സമയം എനിക്ക് വെറുതെ കളയാൻ പറ്റില്ല. ഇവിടെ എന്തായാലും ഇരുന്നേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെന്ന് ആലോചിച്ചപ്പോഴാണ് വീണ്ടും ഇതെൻ്റെ കൺമുന്നിൽ വരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ എൻക്വയറി നടത്തിയത്. അങ്ങനെ ഇപ്പോൾ സാറ് പറഞ്ഞ രീതിയിൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് ഈ ഞാൻ ഈ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമെങ്കിലും കളർ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഞാനത് ശ്രമിച്ചിട്ടുമില്ല, ഇന്നേവരെ ഞാൻ ചെയ്തിട്ടില്ല. ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് സാറിൻ്റെ ആ പ്രീവിയസിലുള്ള ക്ലാസ്സുകൾ ഞാൻ ഫുള്ളിരുന്ന് കേട്ടിട്ട് അത് വ്യക്തമായിട്ട് കേട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ റോസാപ്പൂ വരച്ചത്. അല്ലാതെ എനിക്ക് മുൻപ് ഒരു എക്സ്പീരിയൻസും ഇല്ല. പെൻസിൽ ഡ്രോയിങ് ഞാൻ വരച്ചിട്ടുണ്ട്, അതെൻ്റെ ഒരു 15 വയസ്സിന് മുമ്പ്. അതിനുശേഷം പെൻസിൽ ഡ്രോയിങ്ങും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഈ 32ാമത്തെ വയസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ പെൻസിൽ ഡ്രോയിങ്ങും ചെയ്യുന്നത്, ഈ കളറും ചെയ്യുന്നത്. ഈ കളർ ചെയ്യാൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. സാറ് പറഞ്ഞു തന്ന ആ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും എനിക്കത് വളരെ ഇൻസ്പയർ ആയിട്ടാണ് ഞാനതെടുത്തിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ഈ രീതിയിൽ എന്നെ കിട്ടുകയും ചെയ്തു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം സാറ് പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അല്ലാതെ എനിക്കൊരു മുൻപരിചയം ഇല്ല, ഞാനൊന്നും പ്രാക്ടീസും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
സാറിനോട് അത് എൻ്റെ നന്ദിയും കൂടെ ഞാൻ അറിയിക്കുകയാണ്.